സ്റ്റഡി പോയിന്റ്. നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പറയാം എല്ലാ സെമിസ്റ്റർ അതായത് എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും കൂടുതൽ പഠിക്കാനുള്ളത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് കവർ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. സർക്യൂട്ട് എലമെന്റ്സ്. നമ്മുടെ ഒരു സർക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താ, ഒരു റെസിസ്റ്റർ ഉണ്ടായിരിക്കും, വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിനെ പറയുന്നതാണ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, സർക്യൂട്ട് എലമെന്റ്സ്. മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു സർക്യൂട്ടിലെ എലമെന്റ്സിനെ രണ്ടായിട്ട് പറയാം, ആക്റ്റീവ് ആൻഡ് പാസീവ്. അതായത് ആക്റ്റീവ് എലമെന്റ് ആവാം അല്ലെങ്കിൽ പാസീവ് എലമെന്റ് ആവാം. ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഒരു എനർജി ഉണ്ട്. ആ എനർജി സപ്ലൈ ചെയ്യുന്ന എലമെന്റ്സിനെ പറയുന്നതാണ് ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് എലമെന്റ്സ് are the elements which supply electrical energy. അതായത് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പറയുന്നത് ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ വേടിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് എന്ന് പറയുന്നത് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. പാസീവ് എലമെന്റ്സ് അതായത് ഇലക്ട്രിക്കൽ എനർജി റിസീവ് എലമെന്റ്സ് ഏതാണോ റിസീവ് ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് പാസീവ് എലമെന്റ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആക്റ്റീവ് എലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ആക്റ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനർജി സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് സോഴ്സസ് ആണ്. സോഴ്സസ് ഒരു സോഴ്സ് എടുക്കാൻ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയാൻ വെച്ചാൽ ഒരു ബാറ്ററി, വീട്ടിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയോ അല്ലെങ്കിൽ വീട്ടിൽ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുന്നത് അതൊക്കെ എന്താ, ബാറ്ററി എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ആ ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഴ്സ് ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് സോഴ്സസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആണോ, അതല്ലെങ്കിൽ കറന്റ് സോഴ്സ് ആവും. നമ്മൾ കൊടുക്കുന്ന നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് സോഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ ടേംസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും. കറന്റ് ടേംസിലാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് സോഴ്സ് എന്ന് പറയും. ഇനി നമുക്ക് കിട്ടുന്ന വോൾട്ടേജോ അല്ലെങ്കിൽ കറന്റോ എന്ന് പറയുന്നത് എന്തിനാണ്, ഡിപ്പെൻഡന്റ് ആണോ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. Independent and dependent. Independent sources and dependent sources. അതായത് ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് സോഴ്സ് ഉണ്ട് അല്ലേ, വോൾട്ടേജ് ഉണ്ട്, കറന്റ് സോഴ്സ് ഉണ്ട്. അപ്പോൾ എന്താ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് ആവാം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കറന്റ് സോഴ്സ് ആവും. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്തെന്ന്, ഇൻഡിപെൻഡന്റ് ആണ്. അതായത് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുക ഒരു ബാറ്ററി എടുത്തു, ആ ബാറ്ററി ഇപ്പോൾ 5 വോൾട്ടിന്റെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ എന്താ, ഏത് സ്ഥലത്ത് വെച്ചാലും അതായത് ഇപ്പോൾ ടോർച്ചിലിട്ടാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൾബ് കത്തിക്കാൻ എടുത്താലും ഒക്കെ എന്തായിരിക്കും നമ്മൾ പറയുന്ന ആ 5 വോൾട്ട് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ പറയുന്നതാണ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏത് സർക്യൂട്ട് എന്ത് മാറിയാലും അതിൻ്റെ വോൾട്ടേജ് വാല്യൂ അല്ലെങ്കിൽ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സിന് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയും, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കറന്റ് നമ്മൾ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് സോഴ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വോൾട്ടേജ് സോഴ്സിനെ വെച്ചാൽ നമ്മൾ പറഞ്ഞു ബാറ്ററി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ് പറഞ്ഞു. അപ്പോൾ ബാറ്ററി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, ഒരു പ്ലസ് n മൈനസ് സൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഇതിന് പകരമായിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് എന്നാണ് റൗണ്ടിൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ ഡി സി ആണ്, ബാറ്ററി എന്നൊക്കെ പറയുന്നത് എന്താ, ഡി സി ആണ്, ഡയറക്റ്റ് കറന്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എ സി ആണ്, ആൾട്ടർനേറ്റീവ് വോൾട്ടേജിനാണെന്ന് വെച്ച് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, റൗണ്ടിൽ എ സിയിലെ സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം ഇതാണ് നമുക്ക് പറയുന്നത് എന്താ, ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സസിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അത് ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയ കാരണം നമുക്ക് എങ്ങനെ ബാറ്ററി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ഡി സി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം, എ സി ആണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടിൻ്റെ ഉള്ളിൽ സൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കറന്റ് സോഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കറന്റ് സോഴ്സിന് നമുക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ കറന്റിന്റെ ഡയറക്ഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെയാണ് എന്ത് പറയുന്നത് ഇൻഡിപെൻഡന്റ് സോഴ്സസിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിപ്പെൻഡന്റ് സോഴ്സസ് എടുക്കാം. ഡിപ്പെൻഡന്റ് സോഴ്സസ്
ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ വോൾട്ടേജും കറണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും വാല്യൂസിന്, അതായത് വേറെ ഏതെങ്കിലും വോൾട്ടേജിനോ കറണ്ടിനോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ വരുന്നതിനാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജോ കറണ്ടിനൊക്കെ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസിൻ്റെ വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ വരുന്നതാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സർക്യൂട്ട് എടുത്തു. ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ എപ്പോഴും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു വോൾട്ടേജ് ഉണ്ട് കറണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. വോൾട്ടേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് മൈനസ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. കറണ്ട് സോഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ടിനെ എപ്പോഴും ഡയറക്ഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, കറണ്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതാണ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ട് എടുത്തു. അതായത് ഇതെന്ന് പറയുന്നത് എന്താ, ഒരു ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 ഓമിൻ്റെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 2 റെസിസ്റ്റേഴ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് എന്താ, ഇതാണ് പാസീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു പ്ലസ് ഓർ മൈനസ് സൈൻ വെച്ചാൽ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അല്ലാന്ന് വെച്ചാൽ കറണ്ട് ഡയറക്ഷൻ കാണിക്കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് കറണ്ട് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയാന്ന് വെച്ചാൽ ഇത് പ്ലസ് മൈനസ് കൊടുത്ത കാരണം ഇത് എന്താണ്, ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി വെക്കുന്നത് എന്താ, ഒരു എക്സാമ്പിളിൽ നമ്മൾ 2 × V1 എന്നാണ് എഴുതി വെക്കുന്നത്. അതായത് V1 എന്ന് പറയുന്നത് ഈ 2 ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതായത് ഇവിടുത്തെ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ഇതിൻ്റെ വാല്യൂ മാറും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒരു ഫിക്സഡ് വാല്യൂ ആണ്. 3 വോൾട്ട് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അതാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്. പക്ഷെ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ റെസിസ്റ്റൻസിന് എത്രയാണോ ഡ്രോപ്പ് വരുന്നത്, ഈ റെസിസ്റ്റൻസിന്റെ ഡ്രോപ്പ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും, ഇവിടുത്തെ വോൾട്ടേജ് മാറും. അങ്ങനെ വരുന്നതിനാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് സോഴ്സിനെ നമുക്ക് മെയിൻ ആയിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്, കറന്റ് കൺട്രോൾഡ് current source, voltage controlled voltage source, voltage controlled current source. അതായത് VCS എന്ന് പറഞ്ഞൊന്നുമില്ല, കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കറന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് കറന്റ് ആണ് വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ മാറ്റുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇവിടുത്തെ വോൾട്ടേജിനെയാണ് ഈ വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ്, ഇവിടുത്തെ വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, ബട്ട് അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറൊരു ബ്രാഞ്ചിന്റെ വോൾട്ടേജിനാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അതായത് വോൾട്ടേജ് സോഴ്സ് ആണ്, അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ വോൾട്ടേജിനെയാണ്. ഇപ്പൊ നമ്മൾ ഇതിന് പകരം ഇവിടെ ഒരു കറണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു, I1 എന്ന് പറഞ്ഞാൽ ഇതേ കൊടുക്കുന്ന കറണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇവിടുത്തെ വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × I1 ആണെന്ന് വിചാരിക്കാം. അതായത് എന്താ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതിനാണ്, ഈ ബ്രാഞ്ചിൽ കൂടെ പോണ കറന്റിനാണ്. അപ്പൊ ഇവിടുത്തെ കറന്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ വോൾട്ടേജ് മാറുന്നത്. അപ്പൊ ഇതെന്താ പറയാം, ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്, ഇറ്റ്സ് കൺട്രോൾഡ് ബൈ ദ വാല്യൂ ഓഫ് കറന്റ്. അങ്ങനെ പറയാം കറന്റ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് കറന്റ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും, ആ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും കറന്റിനെ, അതായത് ഏത് വേണമെങ്കിൽ ആവും, ഇവിടെ നമ്മൾ എടുത്തു നോക്കുന്നത് ഇവിടുത്തെ പോണ ഈ 2 ഓമിൽ കൂടെ പോണ കറന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അതിന് പറയുന്നത് കറന്റ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. ഇനി നമ്മൾ റെപ്രസെന്റേഷൻ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഇൻപുട്ട് കറന്റ് ഉണ്ട്, ഒരു സർക്യൂട്ട് എടുക്കുമ്പോൾ എന്താ, ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും, ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഉണ്ട്, അപ്പോൾ വോൾട്ടേജ് സോഴ്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പ്ലസ് മൈനസ് വോൾട്ടേജ് സോഴ്സ്, ഔട്ട്പുട്ട് കറന്റ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞത്.
ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കറണ്ട് ഇൻപുട്ട് കറണ്ടിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴും ഐനോട് ഈക്വൽ ആയിരിക്കണം എന്നില്ല, ഏതെങ്കിലും ഇപ്പോൾ ഈക്വൽ ആവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രാക്ഷൻ വെച്ചിട്ടും ആയിരിക്കാം. അങ്ങനെയാണെന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും ആർ ഇൻറ്റു ഐ. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു ഐ ഇൻ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജിന് ഈക്വൽ ആണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു ആർ ഇൻറ്റു ഐ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എന്താണ്? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഐ. അതായത് എന്താ? വോൾട്ട് ഡിവൈഡഡ് ബൈ കറണ്ട്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആറിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. ട്രാൻസ്ഫർ റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ് കണ്ടക്ടൻസ് മോഡിൽ ഓപ്പാമ്പ്, അതൊരു ഓപ്പാമ്പ് എടുക്കാൻ നിൽക്കാം. ഓപ്പാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് മൈനസ് ഉണ്ടായിരിക്കും. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടിംഗ് മോഡും നോൺ ഇൻവേർട്ടിംഗ് മോഡും. ഇനി ഇതിൽ നമ്മൾ ഒരു റെസിസ്റ്റൻസ്, അതായത് പ്ലസ് എടുത്ത് ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ കറണ്ട് കൊടുത്തു, ഇൻപുട്ട് കറണ്ട് കൊടുത്തു. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ നിന്നാണ് അച്ചീവ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതിനിടയ്ക്ക് നമ്മളൊരു റെസിസ്റ്റൻസ് കൊടുത്തു, ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? ആർ ഇൻറ്റു ഐ എന്നാണ്. നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു ഐ. അതായത് ഇൻപുട്ട് കറണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറും? ഔട്ട്പുട്ട് വോൾട്ടേജ് മാറും. അപ്പോൾ നമുക്ക് പറയാം എന്താ? വോൾട്ടേജ് സോഴ്സ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻപുട്ട് കറണ്ട്. അപ്പോൾ കറണ്ട് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. ഇനി അടുത്തതാണ് കറണ്ട് കൺട്രോൾ കറണ്ട് സോഴ്സ്. നെക്സ്റ്റ് ഈസ് കറണ്ട് കൺട്രോൾ എന്ന് പറയുന്നത് എന്താ? കറണ്ട് കൺട്രോൾ കറണ്ട് സോഴ്സ്. എന്തായിരിക്കും? ഇതൊരു കറണ്ട് സോഴ്സ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേറൊരു കറണ്ടിനെയാണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ വരയ്ക്കാൻ കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു കറണ്ട് വാല്യൂ ആണ് വിചാരിക്കുക. ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കറണ്ട് വാല്യൂവിനെയാണ്. കറണ്ട് സോഴ്സ് നമ്മൾ എപ്പോഴും എന്താ റെപ്രസെന്റ് ചെയ്യുക? ഡയറക്ഷൻ വെച്ചിട്ട്. അപ്പൊ ഇതിലത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 2i1 തന്നെ എടുത്തു നിൽക്കുക. അതായത് i1 എന്ന് പറയുന്നത് ഏതാ? വേറൊരു ബ്രാഞ്ചിന്റെ കറണ്ട്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിന്റെ കറണ്ടിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയാം? കറണ്ട് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയഗ്രാം വരയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ട്, ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതിനെ കൺട്രോൾഡ് കറണ്ട് ആയ കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ കൊടുത്തു. ഡൗൺവേർഡിലേക്ക് കൊടുക്കണം കാരണം ഔട്ട്പുട്ടിന്റെ കറണ്ട് ഡയറക്ഷനിൽ കൊടുത്തു എന്നുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് ആണ് വരുന്നത്. ഈ കറണ്ട് എന്ന് പറയുന്നത് ഏതിനായിരിക്കും? വേറൊരു കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറണ്ട് വാല്യൂ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൽഫ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഏതെങ്കിലും കോൺസ്റ്റന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാട്ടെ, എയും ബിയും എന്ത് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ആൽഫ എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഐ ആണ്. അതായത് ഫ്രാക്ഷൻ ഓഫ് ഇൻപുട്ട് കറണ്ട് ആണ്. ഇനി ആൽഫ നോക്കിക്കഴിഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പൊ രണ്ടും കറണ്ട് ആയ കാരണം എന്തായിരിക്കും? അത് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. ഇനി ആൽഫ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് എന്തും കൂടി പറയാം? രണ്ട് കറണ്ടിന്റെ റേഷ്യോ ആണ് അല്ലെ? ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്ത് പറയാം? കറന്റ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നും കൂടി പറയാം. കറന്റ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അങ്ങനെയും കൂടി പറയും. ഇതിന് നമ്മളൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BJT എടുക്കാം. BJT എന്ന് പറഞ്ഞു കഴിഞ്ഞായിരിക്കും 3 ടെർമിനൽ ഡിവൈസ് ആണ് അല്ലെ? ഒരു കളക്ടർ, എമിറ്റർ, ബേസ് കളക്ടർ, എമിറ്റർ. നമുക്കറിയാം ബേസിൽ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യും. ബേസ് കറണ്ട് മാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് വരാം? കളക്ടർ കറണ്ട് മാറാം. ഒരു റിലേഷൻ പറയാന്ന് വെച്ചാൽ IB ഈക്വൽ ടു ബീറ്റ IC ആണ്. അതായത് ബേസ് കറണ്ട് മാറുന്നതിനനുസരിച്ചിട്ടായിരിക്കും കളക്ടർ കറണ്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ? കറണ്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട്,
ഏതാണ് വേരി ചെയ്യുന്നത്? കറണ്ട് തന്നെയാണ് വേരി ചെയ്യുന്നത്. അപ്പൊ എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണെന്ന് പറയാം. ഇനി അടുത്തതാണ് വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. അടുത്തതാണ് വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തപ്പോൾ എന്തായിരുന്നു, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു അല്ലേ, ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരുന്നു. ആ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വോൾട്ടേജിനെയാണ്. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും വോൾട്ടേജിന് നമ്മളിപ്പോൾ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് V1 ആയിട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. 2 × V1 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്നതിനാണ് വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ്. അതായത് അതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, അതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും വോൾട്ടേജിനെ ആയിരിക്കും. അപ്പോൾ ഇതിനെ ഫിഗർ വരയ്ക്കാൻ വെച്ചാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് നമ്മൾ പ്ലസ് മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്തു. ഔട്ട്പുട്ട് കറന്റ്, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതൊരു വോൾട്ടേജ് ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതാ? ഇൻപുട്ട് വോൾട്ടേജിനെ ആയിരിക്കും. നമ്മൾ വേറെ ഏതെങ്കിലും കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു വി ഇ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്. ഇവിടെ നമുക്ക് നോക്കാൻ വെച്ചാൽ 2 ആണ് എന്ത് വരുന്നത്? മ്യൂ എന്ന് പറഞ്ഞത് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും എന്ത് വരാം? മ്യൂ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് മ്യൂ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതായത് രണ്ടും വോൾട്ടേജ് ആണ്. രണ്ടും വോൾട്ടേജ് ആകുമ്പോൾ എന്താ? യൂണിറ്റ്ലെസ് ആണ്. അത് മ്യൂ എന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ല. ഇപ്പൊ മ്യൂ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്താ? രണ്ടും വോൾട്ടേജിന്റെ ഡിവിഷൻ ആണ്. അപ്പൊ മ്യൂ എന്ന് പറയുന്നത് വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് കൂടി പറയും. വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ. ഇനി ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പാം ഇൻവേർട്ടിംഗ് അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് മോഡിൽ എടുക്കണം. ഓപ്പാം എന്ന് പറയുമ്പോൾ പറഞ്ഞു അതിനൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, പ്ലസ് ഉണ്ടായിരിക്കും. പ്ലസ് എടുത്ത് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. നെഗറ്റീവിലേക്ക് നമ്മൾ ഒരു വോൾട്ടേജ് സോഴ്സ് ത്രൂ എ റെസിസ്റ്റൻസ് കൊടുത്തു. വോൾട്ടേജ് സോഴ്സ് V1. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് വഴിയായിട്ട് കണക്ട് ചെയ്യും. R1 R2 എന്ന റെസിസ്റ്റൻസ്. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് പറയുന്നത് അതൊരു വോൾട്ടേജ് കൺട്രോൾ വോൾട്ടേജ് സോഴ്സ് ആണ് പറയും. ഇനി അടുത്തതാണ് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ്. അതായത് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താ? കറണ്ട് സോഴ്സ് ആണ്. ഈ സെയിം എക്സാമ്പിൾ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതൊരു കറണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്യും. അപ്പോൾ അതൊരു എന്താ? കറണ്ട് സോഴ്സ് ആണ്. അതിൻ്റെ വാല്യൂ എങ്ങനെയാണ്? 2 × V1 എന്നാണ് റെപ്രസെന്റ് ചെയ്തത്. അതായത് റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് V1. ഈ V1നെയാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാൽ കറണ്ട് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ് ആണ്. വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ്. ഇനി ഇതിന് നമുക്ക് ജനറലൈസ് ചെയ്ത് ഫിഗർ ആക്കാം. അതൊരു കറണ്ട് സോഴ്സ് ആയ കാരണം നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് കറന്റ്, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതൊരു കറണ്ട് കൺട്രോൾ വോൾട്ടേജ് കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി വോൾട്ടേജ് ആണ്. അതായത് ഇതിൻ്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. G × ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ G × V എന്നാണ് പറയുന്നത്. അതായത് G എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ നമുക്ക് പറയാൻ വെച്ചാൽ 2 ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇവിടെ G നോക്കിക്കഴിഞ്ഞാൽ എന്താ? കറന്റ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ്. കറന്റ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസിന്റെ റിവേഴ്സ്. കണ്ടക്ടൻസ് ആണ് എന്ത് വരുന്നത്? G എന്ന് പറയുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോസ്ഫെറ്റ് എടുക്കാം. മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
3 ടെർമിനൽ ഡിവൈസ് ആണ്. 3 ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രെയിൻ ഉണ്ടായിരിക്കും, സോഴ്സ് ഉണ്ടായിരിക്കും, ഗേറ്റ് ഉണ്ടായിരിക്കും. ത്രീ ടെർമിനൽ ഡിവൈസ് ആണ് ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. ഇവിടെ ഗേറ്റിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ആ ഗേറ്റിലത്തെ വോൾട്ടേജിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡ്രെയിനിൽ കൂടെ പോകണം കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ആണ് എന്തെന്ന് കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാതെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്.